കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് രണ്ട് തരത്തിൽ സർക്യൂട്ടുകളെ കണക്ട് ചെയ്യാം. ഒന്ന്, ഒരു റെസിസ്റ്ററിന്റെ പുറകിൽ മറ്റൊരു റെസിസ്റ്റർ, മറ്റൊന്ന് റെസിസ്റ്ററിന് സമാന്തരമായിട്ട് മറ്റൊന്ന്, അതായത് അതിന് ഒരേ ഒപ്പത്തിനൊപ്പം. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ളതിനും പേരുണ്ട്. ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ സീരീസ് എന്നും, ഒപ്പത്തിനൊപ്പം വെക്കുമ്പോൾ നമ്മൾ അതിനെ പാരലൽ എന്നും, ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുക അല്ലെ. ഒപ്പത്തിനൊപ്പം വെക്കുമ്പോൾ പാരലൽ, ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുമ്പോൾ സീരീസ് എന്നുമാണ് നമ്മൾ പറയാ അല്ലെ. ഒപ്പത്തിനൊപ്പം വെക്കുമ്പോ പാരലൽ എന്നും, ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുമ്പോ എന്താ, സീരീസ് എന്നുമാണ് പറയാ. ഓക്കെ. മരിയ ജോണി വന്നിട്ടുണ്ട്. എന്താ ഈ മരിയ ജോണി നേരം വൈകിയ? ശ്രദ്ധിക്കൂ. അപ്പൊ ഒപ്പത്തിനൊപ്പം ആവുമ്പോൾ നമ്മള് സീരീസ് എന്ന് വേണം പറയാം. ഈ രണ്ട് രീതിയിലാവുമ്പോൾ കറന്റിനും അതേപോലെ റെസിസ്റ്റൻസിനും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനും പിന്നെ അതുപോലെ എന്താണ് വോൾട്ടതയ്ക്കൊക്കെ ഉള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് മൂന്നിലുള്ള വ്യത്യാസങ്ങൾ? വോൾട്ടത എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? രണ്ടിലും ഒരേപോലെയാണോ? അല്ല. അതായത് വോൾട്ടത രണ്ടിലും വ്യത്യസ്തം അല്ലെ. അതായത് ഒന്നാമത്തേല് നമ്മൾ പറഞ്ഞു സീരീസ് ആണെങ്കിൽ വോൾട്ടത ആയിരിക്കും തുല്യം, ഈക്വൽ ആയിട്ട് പോകും. സീരീസ് ആണെങ്കിൽ വോൾട്ടത സീരീസ് എന്ന് പറഞ്ഞത് അല്ലെ. ഇതില് വോൾട്ടത എന്ന് പറയുന്നത് എന്താ? തുല്യം. നോക്ക, ഇതാണ് സീരീസ്, ഇത് പാരലൽ. അപ്പൊ ഇതില് വോൾട്ടത എന്താ? സെയിം. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് വോൾട്ടത എന്ന് പറയുന്നത് ഇതിലെന്താ? ഈക്വൽ. അതേസമയം ഇതിലെന്താ? ഡിഫറൻറ്റ്. അങ്ങനെയല്ല എഴുതിയത്? ഓർമ്മണ്ട? ഓക്കെ. അതേസമയം നമ്മള് കറന്റ് എടുക്കുമ്പോൾ, ഐ എന്ന് പറയുന്നത് എടുക്കുമ്പോഴോ ഇതില് ഡിഫറന്റ് ആണ്. അതേസമയം ഇതിലെന്താ? ഈക്വൽ ആണ്. അതിനല്ലേ നമ്മൾ പറഞ്ഞത് കറന്റ്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടാ. അത് ഞാൻ സംശയം വന്നു. ഒരു മിനിറ്റ് കേട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾട്ടത ഇതിലെന്താ? ഡിഫറന്റ്. വോൾട്ടത ഡിഫറന്റ്, ഇതിലെന്താ? ഈക്വൽ. അതേസമയം ഇതില് കറന്റ് സെയിം, വോൾട്ടത എന്താ? അതേസമയം എന്താണ് ഇതില് കറന്റ് എന്താ? ഡിഫറന്റ്. ഇനി റെസിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇതില് എന്ത് ചെയ്യുന്നു? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ്, അതേസമയം ഇതിലെന്താ? ഡിക്രീസ്. ഇങ്ങനല്ലേ നമ്മൾ എഴുതിയത്? അതേസമയം നമ്മള് സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തേതിന് നമുക്ക് ഒരു സ്വിച്ച് ഉപയോഗിച്ച് രണ്ടെണ്ണത്തിനെയും നിയന്ത്രിക്കാം. എന്നാൽ രണ്ടാമത്തേല് വേണമെങ്കിൽ രണ്ട് സ്വിച്ച് ഉപയോഗിച്ച് രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് നിയന്ത്രിക്കാം. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചു. ഓക്കെ. ഈ പറഞ്ഞതില് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ഹീറ്റർ ആണ് എന്ന് വിചാരിക്കാം. ഹീറ്റർ ആവുമ്പോ ഈ രണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ ഇതിലാണോ?
ആദ്യത്തേലാണ്. സ്വാഭാവികമായിട്ടും ഹീറ്റ് കൂടുതലായിരിക്കേണ്ടത് ഏതിലാണ്? ഇതിലാണോ ഇതിലാണോ? ആദ്യത്തേതിലാണല്ലോ. കാരണം റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എന്താ, ഇതില് ചൂട് കൂടുതലും ഇതില് ചൂട് കുറവും ആണ് ആകേണ്ടത്. എന്നാൽ നമുക്ക് ഇവിടെ തന്ന പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് നോക്കാം. ആ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞുള്ളത്? ആ പ്രോബ്ലത്തില് ശ്രദ്ധിക്കുക. വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട്, അതായത് V = 230 വോൾട്ട്. ഇനിയോ R എന്ന് പറയുന്നത് 1150 ഓം. വർക്കിംഗ് ടൈം എന്ന് പറയണതോ 5 മിനിറ്റ്. T എന്ന് പറയണത് 5 മിനിറ്റ് അല്ലേ? ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസിലോ വോൾട്ടേജ് 230 തന്നെ അല്ലെ? 230 അല്ലേ? റെസിസ്റ്റൻസ് എന്ന് പറയണതോ എത്രയാ? 460 ഓം ആണ്. ടൈം എത്രയാ? 5 മിനിറ്റ്. ഇത് കാണുമ്പോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്, ഇതില് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതൽ ആയതുകൊണ്ട് ഇവിടെ എന്ത് കൂടണം? ഹീറ്റ് കൂടണം. ഇവിടെ എന്ത് ചെയ്യണം? ഹീറ്റ് കുറയണം അല്ലെ? അങ്ങനെയല്ലേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് ഹീറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നോക്കൂ, ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ വിയും ആറും ടിയും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇക്വേഷൻ നമ്മൾ എന്തായിരിക്കും? V² T/R. ഇതല്ല ഇക്വേഷൻ. അപ്പോ എത്ര വരും? 230 × 230 / 1150. ഇവിടെ ടി നമ്മൾ മാറ്റണം. ടി 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 6 30 അല്ലേ? 300 സെക്കൻഡ്. ശരിയല്ലേ? 300 സെക്കൻഡ് അല്ലേ? അപ്പൊ 300 നമ്മൾ ഇത് ചെയ്യുമ്പോ എത്ര വരും? വെട്ടിച്ചെറുതാക്കി പോകുമ്പോൾ 23 × 23 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനിവിടെ ഉത്തരം എഴുതുന്നുണ്ട് നേരിട്ട്. 13800 ജൂളാണ് ഇവിടെ വരിക. 13800 ജൂൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ്. കേൾക്കണ്ട? അതേസമയം ശ്രദ്ധിക്കുക, ഇപ്പുറത്ത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ H = V² T/R എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ V² എന്ന് പറയുന്നത് 230 × 230 × T എന്ന് പറയുന്നത് 300 / എത്രയാ? 460 അല്ലെ? 460. അപ്പൊ എത്ര വരണത് ഇവിടുത്തെ? 34500 ജൂൾ. നോക്കൂ, ഇവിടെ ഏതിലാണ് ജൂൾ കൂടുതൽ, അതായത് താപം കൂടുതൽ? രണ്ടാമത്തെ. അതായത് ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവുള്ളോടത്തിൽ താപം കൂടി, റെസിസ്റ്റൻസ് കൂടിയോടത്തിൽ താപം കുറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? റെസിസ്റ്റൻസ് കുറഞ്ഞോടത്തിൽ താപം കൂടുതലും റെസിസ്റ്റൻസ് കൂടുതലുള്ളോടത്തിൽ താപം കുറവുമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നമ്മളിപ്പോ ഈ കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇതാണ് ചോദ്യം. നോക്കുക, നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞ എന്താണെന്ന്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മള് പ്രോബ്ലം ചെയ്യുമ്പോൾ V രണ്ടിലും സെയിം ആണ്, T രണ്ടിലും സെയിം ആണ്. പക്ഷെ നമുക്ക് ഇവിടെ തരാത്തൊരു സാധനം ഉണ്ട്, I എന്ന് പറയുന്ന ഒരു സാധനം. I നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വിയും ടിയും സെയിം ആണെങ്കിലും ഇവിടെ I എന്ന് പറയുന്നത് രണ്ടിലും ഒരേപോലെ ആവണമെന്നില്ല.
അതാണ് ഇതിന്റെ ഇവിടുത്തെ പ്രശ്നം എന്നാ പറയണത്. എന്ന് വെച്ചാൽ ഇവിടെ 6,150, ഇവിടെ 460, ഇവിടെ 6ഉം ബിയും 230, 1,150 ആവുമ്പോൾ ഇവിടെ കിട്ടുന്ന ഐ എന്താണോ ആ ഐ അല്ല ഇവിടെ കിട്ടുന്ന ഐ എന്നാ പറയുന്നത്. അതായത് ഓംസ് ട്രയാങ്കിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓംസ് ട്രയാങ്കിൾ വെച്ച് നോക്കിയാൽ വി ഐ ആർ ഇങ്ങനെയല്ലേ വരിക. വി എന്ന് പറയുന്നത് എത്രയാ? 230. ഐ എന്ന് പറയുന്നത് എത്രയാ? അറിയില്ല. അപ്പോ 6 1,150. ഇനി വീണ്ടും അടുത്ത ഇതിൽ നമ്മൾ നോക്കുമ്പോൾ വി 230 തന്നെ, ഐ അറിയില്ല, ഇവിടെ എത്രയാ? 460. ശ്രദ്ധിക്കൂ, ഇവിടെ ഐ കൊണ്ട് 1,150 ഗുണിക്കുമ്പോഴാണ് 230 കിട്ടണം. 1,100, അതായത് 6 കൂടുതൽ. ഐയും 6ഉം തമ്മിൽ ഗുണിക്കുമ്പോഴാണല്ലോ ബി കൂടുക, ബി കിട്ടണത്. ഐയും 6ഉം തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ബി കിട്ടണത്, അല്ലേ? ശരിയല്ലേ? ഇവിടെ ഐയും ബിയും തമ്മിൽ ഗുണിക്കുമ്പോൾ രണ്ടിലും ഐയും 6ഉം തമ്മിൽ ഗുണിക്കുമ്പോഴാണ് ബി കിട്ടുക. അപ്പൊ ഐയും 6ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ബി എങ്കിൽ നോക്കൂ, 6 ഇവിടെ കൂടുതലാണ്, ഇവിടെ 6 കുറവാണ്. അപ്പൊ 6 ഇവിടെ കൂടുതലാണെങ്കിൽ ഐ ഇവിടെ കൂടുതലായിരിക്കും കുറവായിരിക്കും? കുറവായിരിക്കും. അതായത് ഞാൻ വേറെ സംഖ്യ എഴുതാം മനസ്സിലാവാനായിട്ട്. നോക്കൂ, ഇതാ ഇവിടെ ഞാനൊരു 12 ഇട്ടു, എന്നിട്ട് ഇവിടെ ഞാൻ ഒരു 3 ഇട്ടു. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും നമ്മൾ ഗുണിച്ചാലാണ് 12 കിട്ടുക. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4. ഇനി 3ന് പകരം ഇത് എന്താ 6 ആക്കി. അപ്പൊ ഇത് എത്രയായിരിക്കും? 2. കടാ, അതായത് ബി കൂടുമ്പോൾ ഐ കുറയും, എന്നാൽ ബി കുറയുമ്പോഴോ ഐ അതിനനുസരിച്ച് അല്ല, ബി അല്ല, സോറി, നോക്കുക 6 കൂടുമ്പോൾ, നോക്കുക 6 കൂടുമ്പോൾ ഐ ഇവിടെ ചെയ്യുന്നു, കുറയുന്നു. നേരെ മറിച്ച് ഐ 6 കുറയുമ്പോൾ ഇവിടെ ഐ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോ ശ്രദ്ധിക്കൂ, പ്രതിരോധം കൂടിയത് കൊണ്ട് മാത്രം താപനില കൂടണമെന്നില്ല. പ്രതിരോധം കൂടിയാൽ താപനില കൂടണമെങ്കിൽ വിക്കും ഐക്കും എന്തുണ്ടാവാൻ പാടില്ല? മാറ്റം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായോ? പ്രതിരോധം മാത്രം കൂടിയാൽ താപം കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞു താപനില കൂട്ടുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രതിരോധം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. എന്നാൽ പ്രതിരോധം മാത്രം കൂടിയത് കൊണ്ട് എന്താണ്? താപം കൂടണമെന്നില്ല. താപം കൂടണമെങ്കിൽ ഐക്കോ വിക്കോ മാറ്റമുണ്ടാകാൻ പാടില്ല. ഐക്കും വിക്കും മാറ്റമുണ്ടാകാതെയാണ് പ്രതിരോധം കൂടുന്നതെങ്കിൽ അവിടെ എന്ത് കൂടും? താപം കൂടും. മനസ്സിലായോ പറഞ്ഞത്? ഐക്കോ വിക്കോ മാറ്റം കൂടാതെ ആണ് റെസിസ്റ്റൻസ് കൂടുന്നതെങ്കിൽ അവിടെ താപനില കൂടും. എന്നാൽ ഐക്കും വിക്കും മാറ്റം ഉണ്ടാകുന്നു എങ്കിൽ അവിടെ എന്താണ്? താപനില കൂടണമെന്നില്ല. 6 മാത്രം കൂടിയാൽ താപനില കൂടണമെന്നില്ല. താപനില എന്ത് ചെയ്യാം? കുറയാം. മനസ്സിലായ? ഇതാണിപ്പോ നമ്മളിവിടെ ഈ ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ചെയ്യുമ്പോൾ even if R is increased, total heat is not increased. അതായത് റെസിസ്റ്റൻസ് കൂടിയെങ്കിൽ തന്നെയും എന്താണ്? മൊത്തം താപനിലയിൽ എന്തുണ്ടാകുന്നില്ല? വർധനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ നമ്മള്? എന്താ കാരണം ചോദിച്ചാൽ എന്താ? അവിടെ ഐ കുറയുന്നു. ആർ കൂടുന്നുവെങ്കിലും ഐ കുറയുന്നതിനാൽ താപനില വർദ്ധിക്കുന്നില്ല. അപ്പൊ 6 കൂടുന്നതിനനുസരിച്ച് താപനില വർദ്ധിക്കണമെങ്കിൽ ഐക്കും വിക്കും എന്തുണ്ടാവാൻ പാടില്ല? മാറ്റം ഉണ്ടാകാൻ പാടില്ല. അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായോ എന്താണെന്ന്? അപ്പൊ നമുക്ക് അതൊന്ന് എഴുതിയിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, എഴുതിയാ? അടുത്ത് പറയട്ടെ ഞാൻ.
ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും സീരീസ് കണക്ഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടാവും. When a circuit is completed by connecting the resistors one after other, it is called series connection. ഇത് എഴുതിയിട്ടുണ്ട് നമ്മൾ സീരീസ് കണക്ഷൻ എന്താണെന്ന്. When resistors are connected like this, the effective resistance increase. എഴുതിയിട്ടുണ്ട് അത് സീരീസ് കണക്ഷൻ. വാട്ട് ഈസ് സീരീസ് കണക്ഷൻ എഴുതിയിട്ടുണ്ട് നമ്മള്. എന്തായാലും ആവട്ടെ. അപ്പൊ എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ നോട്ട് അങ്ങോട്ട് അയച്ചുതരാം, ഫോട്ടോ കോപ്പി എടുത്തിട്ട്. കേട്ടാ, ഇത് പറഞ്ഞാ പോരെ, ഞാൻ അതൊന്ന് വായിച്ചിട്ട് ഇതിന്റെ നോട്ട് മാഷ അയച്ചുതരാം കേട്ടാ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി എഴുതിക്കോളൂ അത് കേട്ടാ. കേട്ടാ, മലയാളം ഇംഗ്ലീഷ് അയച്ചുതരാം. ഓക്കെ കേട്ടാ. കാരണം നമ്മളത് ആ ഓർഡർ ഒക്കെ ഇപ്പൊ ബുക്കിന്റെ പോലെ ആയിപ്പോ അത്. ഇതൊന്ന് വായിച്ചുതരാം. ഞാൻ ബുക്ക് വായിച്ചെന്നില്ലെങ്കിലേ നിങ്ങൾ അത് നോക്കില്ല, അതുകൊണ്ടാണ് അത് വായിക്കുന്നത് കേട്ടാ. നോക്കൂ, സീരീസ് കണക്ഷൻ. അപ്പൊ when a circuit is completed by connecting the resistors one after another, അതിന് വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ. അതാണ് അതിന്റെ മോഡലാണ് കാട്ടിയുള്ളത് കണ്ട. സീരീസ് കണക്ഷൻ എന്താ, R1 R2 പുറകിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. സീരീസ് കണക്ഷനില് കണ്ട വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുക. ടോട്ടൽ V എന്ന് പറയുന്നത് V1 + V2 ആണ്. അതായത് ഒന്നാമത്തേതിലത്തേല് V1 രണ്ടാമത്തേല് V2. ഇത് രണ്ടും ചേർന്നതാണ് ഏത് V. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഇത് പറയുമ്പോ ഇത് പറയുമ്പോ മൊത്തം V എന്ന് പറയുന്നത് ഈ രണ്ട് റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന V ആണ്. അത് ഒന്നാമത്തെ റെസിസ്റ്ററിലെ വിയും രണ്ടാമത്തെ റെസിസ്റ്ററിലെ വിയും തമ്മിൽ കൂട്ടിയാൽ എത്രയാണോ അതിന് തുല്യമാണ് മൊത്തം V. കേൾക്കണ്ട? എന്നാൽ ഇവിടെ മൊത്തം V എന്ന് പറയുന്നത് ഈ രണ്ട് റെസിസ്റ്ററിലും സെയിം ആണ്. കാരണം രണ്ട് റെസിസ്റ്ററിന്റെയും അറ്റത്ത് നമ്മൾ നോക്കുമ്പോൾ V ഒരൊറ്റ സംഖ്യയാണ് കാണിക്കുക. അപ്പൊ അത് സെയിം ആണ് രണ്ടും. അതുകൊണ്ടാണ് ഈ രീതിയിലാവുമ്പോൾ, ഏത് പാരലൽ രീതിയിലാവുമ്പോൾ ബൾബ് നന്നായി കത്തുന്നത്. ശ്രേണി രീതിയിലാവുമ്പോൾ ബൾബിന്റെ പ്രകാശം കുറയാനുള്ള കാരണം അതിലെ ഓരോന്നിലും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടത വ്യത്യസ്തമായതുകൊണ്ടാണ്. അതായത് വോൾട്ടത ചെറുതാവുന്നു, അതുകൊണ്ടാണ് ബൾബിന്റെ പ്രകാശം കുറയുന്നത്. ഇത് ക്ലിയർ ആയോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, അടുത്തേക്ക് പോവാണ് കേട്ടാ. ശ്രദ്ധിക്കണം കേട്ടാ, ക്ലിയർ ആയില്ലെങ്കിൽ പറയണം കേട്ടാ. ഇനി അപ്പൊ സീരീസ് കണക്ഷനിൽ ഇത് ആ കാര്യം ഇവിടെ ഒന്നുകൂടി ക്ലിയർ ആക്കി അവർ പറഞ്ഞിട്ടുണ്ട് കണ്ട. വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗെറ്റ് ഡിവൈഡഡ്. സീരീസിലാവുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഭാഗം വെക്കപ്പെടുന്നു. അതായത് മൊത്തം V എന്ന് പറയുന്നത് V1 + V2. രണ്ട് റെസിസ്റ്ററുകൾ വെച്ചാൽ ഒന്നാമത്തെ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് V1 രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് V2 ആകുന്നു. അപ്പൊ മൊത്തം വോൾട്ടേജ് എന്ന് പറയുന്നത് V1 + V2 ആണ്. മനസ്സിലായ? അതേസമയം ഇനിയിപ്പോ ഒരു റെസിസ്റ്ററും കൂടി ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ വോൾട്ടേജ് ഒന്നും കൂടി കുറയും. അപ്പൊ V എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? V സമം പറയൂ. ഓക്കെ, ഇനി കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം. അപ്പൊ എല്ലാത്തിലും കറന്റ് സെയിം ആവും. അത് അവർ ഇക്വേഷനിലൂടെ കാട്ടിയിട്ടുണ്ട്. കാരണം കറന്റ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ അനുസരിച്ച് I = V/R അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ അവിടെ I സെയിം ആയിരിക്കും. കാരണം R മാറുമ്പോ V മാറുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത് കേട്ടാ. R മാറുമ്പോൾ V മാറുന്നു. അപ്പോ അവിടെ Iക്ക് അവിടെ വ്യത്യാസമില്ല. V1 = എത്ര വരും? I × R1. V2 എന്ന് പറയുന്നത് I × R2. അതായത് I രണ്ടിലും I തന്നെ. പക്ഷെ ഒന്നാമത്തേല് V1 R1 ആണ്, രണ്ടാമത്തേല് V2 R2 ആണ്. ആ Vക്കും Rനും അവിടെ വ്യത്യാസം വന്നു. പറയണത് മനസ്സിലാവുണ്ടോ?
അടുത്തേക്ക് പോട്ടെ. ഇനി in series circuit the voltage across the higher resistance will be greater. അപ്പോ സീരീസ് ആവുമ്പോൾ വീണ്ടും ആ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ പഠിച്ച കാര്യം തന്നെ പറഞ്ഞത്. സീരീസ് ആവുമ്പോൾ എന്തായിരിക്കും? എന്താ? ഹയർ വോൾട്ടേജ് അക്രോസ് ദ ഹയർ റെസിസ്റ്റൻസ് വിൽ ബി ഹയർ, എന്താണ്? ഗ്രേറ്റർ. അക്കോർഡിംഗ് ടു ലോ, ഓംസ് ലോ, V is equal to IR, so R indicates the effective resistance. Hence, നോക്കുക, IR is equal to IR1 plus IR2. IR is equal to I into R1. അങ്ങനെ R എന്ന് പറയുന്നത് എന്താകുന്നു? ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സീരീസ് ആവുമ്പോൾ R കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? R1 plus R2 ആണ്. അത് കാൽക്കുലേഷൻ നടത്തി കിട്ടിയ കഥയാണ് ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞുള്ളത്. അത് നോക്കണ്ട, കേൾക്കണ്ട. അത് കാണിക്കുന്ന ഒരു ചിത്രം മുകളിൽ കൊടുത്തിട്ടുണ്ട്, കണ്ട? സീരീസ് ആവുമ്പോൾ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വരികയാണ് കുട്ടികൾ, കണ്ട? പാലം, 3 പാലം കിടക്കുക കുട്ടികൾ. അപ്പോ സീരീസ് ആവുമ്പോൾ ഇതിലൊരു പാലം ഒടിഞ്ഞാൽ ഒരു കുട്ടിക്ക് പോലും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പാലം ഒടിയാതിരുന്നാൽ എല്ലാ കുട്ടികളും അപ്പുറത്തേക്ക് പോകുന്നു, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകുന്നു. ഇതുപോലെയാണ് കറണ്ട് സീരീസ് കണക്ഷനിൽ പോണത്. അവിടെ ഏതെങ്കിലും ഒരു ബൾബ് ഫ്യൂസ് ആയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കേട്ടാ, ഏതെങ്കിലും ഒരു ബൾബ് ഫ്യൂസ് ആയാൽ ഒരു ബൾബും കത്തില്ല സീരീസിൽ. കേൾക്കുന്നുണ്ടോ? കാരണം ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നില്ല? ആ വൈദ്യുത പ്രവാഹം നടക്കുന്നില്ല, അത് ബ്രേക്ക് ആവും. ഞാനതൊന്നും പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ നോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോട്ട് അയച്ചുതരാട്ടാ. ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതിയത് എന്താ നമ്മൾ ഇതിൽ നോക്കി പറയാന്ന് വിചാരിച്ചത്. വേണ്ട, ഞാൻ അയച്ചുതരാം. ഇതിൽ നോക്കി എഴുതുമ്പോൾ അത് വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ ആവും. ഇനി പാരലൽ കണക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. പാരലൽ കണക്ഷനിൽ നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത്. എന്താ നോക്കൂ, I എന്ന് പറയുന്നത് ഡിവൈഡ് പോവുകയാണ്. കുറച്ച് ഏതിലൂടെ പോകുന്നു? R1 പോകുന്നു, കുറച്ച് R2 പോകുന്നു. മനസ്സിലായോ? ഐയും ബിയും ഉണ്ടാകുന്ന മാറ്റം ഇതാണ്. സീരീസ് ആവുമ്പോൾ വി മുറിയുന്നു. സീരീസ് ആവുമ്പോൾ വി പല പല ഭാഗങ്ങളാവുന്നു, ഐക്ക് മാറ്റം വരുന്നില്ല. എന്നാൽ പാരലൽ ആവുമ്പോൾ ഐ അവിടെ ഭാഗങ്ങളാവുന്നു, പല ഭാഗങ്ങളാവുന്നു. വിക്ക് എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. മനസ്സിലായ? അതാണ് പാരലൽ എന്ന് പറയുന്നതില് ഐ എന്താ? ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഐ എന്താ? പാരലൽ എന്ന് പറയുന്നതില് ഐ ഡിഫറൻ്റ് ആണ്, എന്താ? വി സെയിം ആണ്. അതേസമയം സീരീസ് എന്ന് പറയുന്നതിൽ വി ഡിഫറൻ്റ് ആണ്, ഐ എന്താ? സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും കേട്ടോ. അതിപ്പോ ബുക്കിൽ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ടെന്ന് വെച്ചിട്ടപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് പറയണത്. കേൾക്കണ്ട? I is equal to I1 plus I2, അതൊന്നും അവർ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓംസ് ലോ അനുസരിച്ചിട്ട് കണ്ട, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഓംസ് ലോ അനുസരിച്ച് കാൽക്കുലേഷൻ അവർ നടത്തിയിട്ട് ഇത് R കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ? R is equal to R1 R2 by R1 plus R2. ഇത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഓർമ്മ ഉണ്ടോ? അത് എഴുതിയിട്ടുണ്ടായിരുന്നു ബോർഡുമേ. അതായത് ഈ സാധനം സെലക്ട് ചെയ്ത് R is equal to R1 into R2 by എന്താ? R1 plus R2. അതെങ്ങനെ വരുന്നെന്ന് ചോദിച്ചാൽ 1 by R equal 1 by R1 plus 1 by R2. മനസ്സിലായോ? ഇനി അത് തന്നെ റെസിസ്റ്ററുകള് സെയിം ആണെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 6 ഓമിന്റെ 2 റെസിസ്റ്റർ, 6 ഓമിന്റെ 2 റെസിസ്റ്റർ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ് ആർ എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞേ? ഓർമ്മണ്ട? 6 ഓമിന്റെ 2 റെസിസ്റ്റർ ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇഫക്റ്റീവ് ആർ എത്രയാ? 12. ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുമ്പോൾ 6 ഓമിന്റെ ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുമ്പോൾ 6 ഓമിന്റെ ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വരുന്നു. ഇത് 6, ഇത് 6. അപ്പൊ മൊത്തം എത്ര? ഇഫക്റ്റീവ് ആർ എത്രയാ? R എന്ന് പറയുന്നത് എത്രയാ? 6 + 6 = 12. അതേസമയം ഈ 6 ഓമിന്റെ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടാ, ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് 6, ഇത് 6. അപ്പൊ ഇഫക്റ്റീവ്
ഇത് എത്രയാ പറഞ്ഞത്? 3. ഓർമ്മയില്ലേ? അതായത് ഇതിലൂടെയും ഒരുമിച്ച് വെള്ളം ഒഴുകുക. അപ്പോ വെള്ളം ഇരട്ടി ഒഴുകും. ഇത് രണ്ടെണ്ണം അങ്ങനെ വെച്ചാൽ പകുതിയാവും. ആണെങ്കിൽ ഇതിൽ രണ്ടെണ്ണം പാരലൽ വെച്ചാൽ ഇരട്ടി ഒഴുകും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഒരേപോലത്തെ പൈപ്പാണെങ്കിൽ. പൈപ്പൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, മറന്നാ? കേൾക്കണ്ട? അപ്പൊ ഇത് പകുതിയാവും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരെണ്ണം കൂടി ഇങ്ങനെ 6 ഓമിന്റെ വെച്ചാലോ? അപ്പൊ എത്രയാവും? ഒരെണ്ണം കൂടി ഇങ്ങനെ പാരലൽ വെച്ചാലോ? ഞാൻ ഒരു കാര്യം, ഒരെണ്ണം കൂടി വെക്കാം, 6 കൂടി വെക്കാം. അപ്പൊ ഒന്നും കൂടി വെച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ എത്രയായിരിക്കും? 0. 6 ഓമിന്റെ 2 അങ്ങനെ വെച്ചാൽ പകുതിയാവും. അതായത് 3. ഇത് 3. ഇത് രണ്ടും ഒരുമിച്ച് വെച്ചാൽ അപ്പൊ എത്ര വരും? 1.5 അല്ലേ? ശരിയല്ലേ? മനസ്സിലായ? 6 ഓമിന്റെ 2 വെച്ചാൽ പകുതിയാവും. 2 വേറെയും വെച്ചാൽ അപ്പൊ അതും പകുതി. അത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചാൽ, അതായത് 12 ഓം ഇങ്ങനെ വെച്ചാൽ, അല്ല 12 ഓം അല്ല, 3 ഓം ഇങ്ങനെ പാരലൽ വെച്ചാൽ 1.5 കിട്ടുക. അതാണ് 6/4. അതാണ് മാഷ് പറഞ്ഞത്, 6/4. അതായത് ഇത് കിട്ടാനുള്ള സൂത്രം പറയണത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒരേപോലത്തെ ആണെങ്കിൽ 6 എത്ര, അതായത് 6/4 ചെയ്താൽ മതി. അതായത് ഇപ്പൊ 2 ആണെങ്കിൽ 6/2, 3 ആണെങ്കിൽ അപ്പൊ 6/3 അപ്പൊ 3 ഉള്ളൂ വെച്ചോ. അപ്പൊ എത്ര ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താന്ന് ചോദിച്ചാൽ 6/3 സമയത്ത് വരും? 2 വരിക. എത്ര വരിക? അത് ഇവിടെ കാട്ടിയിട്ടുണ്ട്. കണ്ട, അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ കാട്ടിയിട്ടുണ്ട്. കണ്ട, if resistors of the same value are connected in parallel, then R is equal to R/n. അതായത് മൊത്തം R എത്രയാണോ അത് ബൈ എന്താ n. മനസ്സിലായോ? അതായത് മൊത്തം R അല്ല, ഓരോ ആറും എത്രന്റെ ആണോ അത് ബൈ എന്താ n. ഇവിടെ ഇപ്പൊ 6ന്റെ ആണ്. അപ്പൊ 6 ബൈ ഒരെണ്ണം വെച്ചപ്പോ 1 ബൈ 1, 2 വെച്ചപ്പോ ബൈ 2, 3 വെച്ചാൽ ബൈ 3, 4 വെച്ചാൽ ബൈ 4. മനസ്സിലായോ? വ്യത്യസ്തമായിട്ടുള്ളതാണ് ആറുകൾ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഏത്? അതായത് R is equal to R1 into R2 by R1 plus R2. നിങ്ങൾക്ക് 2 റെസിസ്റ്ററുകളൊക്കെ വരുള്ളൂ പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് 2 ഇനി കുറെ ഉണ്ടെങ്കിലോ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? 1/R equal to 1/R1 plus 1/R2 plus 1/R3 plus 1/R4 plus 1 അങ്ങനെ എത്ര റെസിസ്റ്റർ ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി പോകണം. പിടികിട്ടുണ്ടോ? നിങ്ങളെനിക്ക് കാണാൻ പറ്റുന്നില്ല, മുഖം കാണാൻ പറ്റുന്നില്ല, അത് കാരണം ഒരു പ്രയാസമുണ്ട്. എന്താപ്പോ അവസ്ഥ? ഇത് പിടികിട്ടുന്നില്ലേ? കുഴപ്പമായ? ഗുരുമാരായ? ഓക്കെ, ഞാൻ ഇതിന്റെ അടിയിൽ ഈ ബോക്സും കൂടി, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാട്ടാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ തീർത്തരാം കേട്ടാ. നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് എനിക്ക് അങ്ങോട്ട് പറയുമ്പോഴാണ് ഒന്നും കൂടി എളുപ്പം ഉണ്ടാവുക പറയാൻ. ഇതിപ്പോ എനിക്ക് എന്താ പറയേണ്ടെന്നൊരു പിടുത്തില്ല. കേട്ടില്ലേ? നിങ്ങൾ ചോദിക്കും ഒരു ഭാഗം, അപ്പൊ അത് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പൊ അത് എന്നോട് ബന്ധപ്പെട്ടല്ല അതും പറയാം. ഇതിപ്പോ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ ആദ്യം ഒന്ന് ഒരു ഓർഡറിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെച്ച് നിർത്തിയത് എന്താ വെച്ചാലേ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കാണില്ല. ടെക്സ്റ്റ് ബുക്ക് കാണാതെ നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലത്തെ നോക്കുമ്പോൾ പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. എന്ത് ചെയ്താലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മുന്നേ, ടെക്സ്റ്റാണ് ബേസ് കേട്ടാ. ഇതാ ഇവിടെ ഒരു പെട്ടിക്കള്ളി പൂർത്തീകരിക്കാണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾ എഴുതില്ലേ അത് ബുക്കിലുള്ള ആൾക്കാര്? അത് വേറൊന്നല്ല, നേരത്തെ പറഞ്ഞത് തന്നെയാ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്താ? ഇൻക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ. കണ്ട, റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? സീരീസിൽ എന്ത് ചെയ്യുന്നു?
പറയൂ. ഇതാ കണ്ട, നേരത്തെ എഴുതി തന്നെയാ നമ്മൾ. ഇൻക്രീസസ് ഒരു പെട്ടി ഞാൻ വരച്ചെഴുതി കാണിച്ചെന്നില്ലേ അത്. അപ്പൊ ഇൻ പാരലലോ എന്ത് വരും? പാരലൽ പറയൂ, ഡിക്രീസസ്. ഇനിയോ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഇനിയോ കറന്റ് ത്രൂ റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിന്റെ കാര്യം പറയണത് കേട്ടോ. പാരലൽ ആയിട്ട് വെച്ചാൽ കറന്റ് ത്രൂ റെസിസ്റ്റേഴ്സ്. അത് പാരലല് ഡിഫറന്റും സീരീസിൽ എന്തായിരിക്കും? സെയിം. കണ്ട ഡിഫറന്റ്, ആ വാക്ക് ഞാൻ കാട്ടിത്തരാം. അതാ ഇതാ കണ്ട ഡിഫറന്റ്, കണ്ട. അപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വേറെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാട്ടാ. അപ്പൊ ഇവിടെ ഡിഫറന്റ് ആണ്, അപ്പൊ ഇപ്പുറത്ത് സെയിം. അത്രേ ഉള്ളൂ. ആ വാചകം അങ്ങനെ തന്നെ എഴുതും. നമ്മൾ എന്തെന്ന് എഴുതും? ഡിഫറന്റ് എന്നുള്ളതിന് പകരം എന്തെന്ന് എഴുതും? സെയിം എന്ന് എഴുതും. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ട്. കേൾക്കണ്ട? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ട്. അപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കണതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇതിലെ ഒരേ കാര്യം തന്നെ വേറെ വാചകത്തിലൊക്കെ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അതിനി കേട്ടിട്ട് എന്താണോ ഇതും മാഷ് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറന്റ്. കണ്ട ഇവിടെ ഡിഫറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ് സീരീസില്. അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും? ഇപ്പുറത്തെന്താ? പാരലലോ? സെയിം. അതുപോലെ ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. അത് നമ്മൾ എഴുതിയതാ നേരത്തെ. ഈ പെട്ടിക്കള്ളിയാണ് നിങ്ങൾക്ക് എഴുതിയത് ഞാൻ. പാരലലില് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഇതിലോ ഒറ്റ സ്വിച്ച് മതി, വൺ സ്വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ വൺ സ്വിച്ച്. ഓക്കെ. ഇനി ഇത് വെച്ചുള്ള കണക്കുകളാണ് ചെയ്യാം. നമുക്ക് കണക്ക് നേരം കളയണ്ട. അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയത് പറയാം. 5-2 2 കണക്ക് ചെയ്തിട്ട് പോവാല്ലേ നമുക്ക്. ഇത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയാ, നിങ്ങൾ ചെയ്തോളൂ. ഇതൊന്ന് ഇവിടെ വെച്ച് പറയട്ടെ ഞാൻ. ഇതൊന്നുമില്ല, സിമ്പിൾ കണക്കാ. വാട്ട് ഈസ് കറന്റ്? ഈ 4 ohm ആൻഡ് 2 ohm റെസിസ്റ്റർ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക, ചെയ്യാം. വേഗം എഴുതിയെടുക്കുക. ഇതാ മലയാളം ബുക്കിൽ കാണിക്കണ. ഫിസിക്സ് നമുക്ക് ഇത്തിരി എന്താ പറയാ, നമ്മൾ നേരിട്ട് കാണണം, എന്നാലാണ്. അതായത് സാധനങ്ങളൊക്കെ എഴുതി നമ്മൾ R1 R2 പിന്നെ V ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് രീതി. ഇനി സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഈ രീതിയിലാവുമ്പോൾ R1 + R2 അതാണ് ഇഫക്റ്റീവ് R എന്ന് പറയുന്നത്. 4 + 2 അത് R. അപ്പൊ I എന്താന്ന് ചോദിച്ചാൽ ഓംസ് ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചു. അതിൽ I എന്ന് പറയുന്നത് V/R ആണ്. അങ്ങനെയാണെങ്കിൽ RA/R = 1 ആമ്പയർ. എന്താണ്? 12 ohm 4 ohm പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? 18. What is the current if 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied? കഴിഞ്ഞാൽ പറയണം കേട്ടോ. പക്ഷെ ഇതെന്താ? ഇത് മാത്രം പാരലലായി, ഇത് മാത്രം. സീരീസിന് പകരം എന്താ ഈ പാരലലായി, അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ നേരത്തെ എഴുതിയ അതേപോലെ തന്നെ R1 R2 എന്നിങ്ങനെ എഴുതുന്നു. R1 R2 എന്നിങ്ങനെ എഴുതുമ്പോ ശ്രദ്ധിക്കുക, ഏതാ 12 ohm 4 ohm. അപ്പൊ R1 എന്ന് പറയുന്നത് 12 ohm. ഇനിയോ R2 എന്ന് പറയുന്നത് 4 ohm. ഇനിയോ വോൾട്ട് എത്രയാ? അത് 12V എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മളോട് എന്താ ചോദിച്ചുള്ളത്? ഇത് കണ്ടല്ലോ അല്ലെ? എന്താ ചോദിച്ചുള്ള? I തന്നെയാണ് ഇവിടെയും ചോദിച്ചത്. അപ്പൊ I കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഏത് രീതിയാ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടി പറയണം കേട്ടോ. ഇത് ഏത് രീതിയാ? പാരലൽ. പാരലൽ അഥവാ സമാന്തരം. മലയാളത്തിൽ എഴുതുന്നത് മാഷ് സമാന്തര രീതിയിൽ.
എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ്, രണ്ടും ഇങ്ങനെ കണ്ടാ ഇങ്ങനെ അടുപ്പിച്ച് വരും. അപ്പൊ ഇതിലൊന്ന് 12 ഓം, ഇതിലൊന്ന് 4 ഓം. ഇതിലാദ്യം R, ഇഫക്റ്റീവ് R എന്ന് പറയുന്നത് എന്താണ്? സഫല പ്രതിരോധം എന്ന് പറയും. സഫല പ്രതിരോധം, അങ്ങനെയാണ് ഇഫക്റ്റീവ് ആറിന് മലയാളം പറയാം കേട്ടാ. സഫല പ്രതിരോധം അഥവാ ഇഫക്റ്റീവ് ആർ എന്താ ചോദിച്ചാൽ നമ്മൾ ഇവിടെ എഴുതും R. എന്താ ചോദിച്ചാൽ എന്ത് എഴുതുക? നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അത് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കാം കേട്ടാ. R1 × R2 / R1 + R2 ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ R1 × R2 എന്ന് പറയുമ്പോൾ 12 × 14, 12 × 4, 4 അല്ലേ, /12 + 4. അപ്പൊ എത്ര വരും? 12 4 48 /12 4 എത്ര? 16. അപ്പോ 16 എന്ന് പറയുമ്പോൾ എത്ര വരും? 48 /16 എന്ന് പറയുമ്പോൾ 3 Ω. അപ്പൊ സഫല പ്രതിരോധം നമുക്ക് എന്ത് കിട്ടി? 3 Ω കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? I എന്താണെന്ന് ചോദിച്ചത്. പൈ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഓംസ് ട്രയാങ്കിൾ വരച്ചു, V എഴുതി, IR. ഇത് നിങ്ങൾക്ക് വരച്ചിപ്പോ കാണാൻ പാടായില്ലേ? ഇത് നേരത്തെ അറിയണത് തന്നെയാണ് നിങ്ങൾക്ക്. എന്നാലും ഞാൻ അത് കൂടെ വരയ്ക്കുന്നത് അതിങ്ങനെ പഠിച്ച് ഇങ്ങനെ വരണം. ഇവിടെ ഇപ്പൊ ഏതൊക്കെ തന്നുള്ളത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടി വരയ്ക്കാം. ഏതാന്നുള്ളത്? V തന്നിട്ടുണ്ട്. V എത്രയാ? 12. R എത്രയാ? 3. അപ്പൊ I എന്താണെന്നാണ് ചോദ്യം. അപ്പൊ I = വരും 12/3 തന്നെ. 12/3 എത്രയാ? 4 ആംപിയർ. ഇവിടെ ആംപിയർ കൂടുതൽ കിട്ടി. നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ശരിയായില്ലേ? ഇനിയൊരു കാര്യം കൂടി വായിച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ. ചെയ്ത് കഴിഞ്ഞാൽ പറയണം. കൂടി ഒന്ന് പറയാം. പറയുമ്പോ ശ്രദ്ധിച്ച് കേട്ടോളൂട്ടാ. പറഞ്ഞ നമുക്ക് കണ്ട് അവസാനിപ്പിക്കാം. ഈ ഭാഗം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് അടുത്ത ക്ലാസ്സിലൊന്ന് സമ്മറൈസ് ചെയ്ത് തരാം. അപ്പൊ ഒന്നുകൂടിയും ശരിയാവും. നോക്കൂ, ഇതാ ഈ കണക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കണക്കുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യോ? 10 റെസിസ്റ്റൻസ് ഓഫ് 2 Ω ആൻഡ് ഈച്ച് കണക്റ്റഡ് പാരലൽ കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യോ? അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ 10 റെസിസ്റ്റൻസ് 2 ഓമിന്റെ 10 റെസിസ്റ്ററാ. അപ്പോ റെസിസ്റ്ററിന്റെ എത്രയാ? 2 ആണ്. 2/10 ആണ് ഉത്തരം. 2/10 എന്ന് പറയുമ്പോൾ 0.2 വരും. ഓക്കെ, ചെയ്യണ. ഇനി ഞാൻ 2 ഓം വീതം പ്രതിരോധമുള്ള 10 പ്രതിരോധങ്ങൾ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സാധനം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് അയച്ചുതരാം. എത്രയാ? 2/10, അതായത് R/N എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ. ഇനി നോക്ക്. When the voltage is constant, current will decrease with an increase in resistance. Won't this help you in explaining why heat decrease even after increasing resistance? നമ്മൾ നേരത്തെ ചെയ്ത ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ഇപ്പൊ ഇവർ ഈ പറയണത്. ഇന്ന് വന്നിട്ട് ആദ്യം ചെയ്ത ചോദ്യമില്ലേ? അതായത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജ് മാറുന്നില്ല. കറണ്ട് അപ്പൊ എന്ത് ചെയ്യും? ഡിക്രീസ്, കറണ്ട് കുറയും. എന്തു കൂടുമ്പോൾ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ. അപ്പൊ വോൾട്ടേജ് മാറാതെ നിന്നാൽ റെസിസ്റ്റൻസ് കൂടിയാലും അവിടെ എന്ത് കുറയുന്നു? താപം കുറയുന്നു. കാരണം എന്താ? കറണ്ട് കുറയുന്നത് കൊണ്ട്. മനസ്സിലായില്ലേ? റെസിസ്റ്റൻസ് കൂടിയാലും R കൂടിയാലും വോൾട്ടേജ് മാറാത്തത് കൊണ്ട് താപം കുറയുന്നു. എന്തുകൊണ്ട്? R കൂടിയാൽ ശരിക്കും താപം കൂടുക വേണ്ടത്, പക്ഷെ താപം കുറയുന്നു. എന്തുകൊണ്ട്? I കുറയുന്നതിനാൽ. എന്തായാലും ഉത്തരം നമ്മൾ പറയാ? I കുറയുന്നതിനാൽ. So we can bring about changes in current and voltage by connecting resistors different ways. കടാ, ഈ കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്ക് കറന്റും വോൾട്ടേജും റെസിസ്റ്ററുകളെ പലതരത്തിൽ നമുക്ക് ഘടിപ്പിക്കാം. അങ്ങനെ പലതരത്തിൽ ഘടിപ്പിച്ച് നമുക്ക് വോൾട്ടേജിലും കറണ്ടിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം.
വോൾട്ടേജ് കൂട്ടണോ കൂട്ടാം, കറണ്ട് കൂട്ടണോ കൂട്ടാം, കുറയ്ക്കണോ കുറയ്ക്കാം, വോൾട്ടേജിന് കുറയ്ക്കണോ കുറയ്ക്കാം. അതെങ്ങനെ പല പരിപാടികളും നമുക്ക് റെസിസ്റ്ററുകൾ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. മനസ്സിലായോ പറഞ്ഞത്? അതാണ് ഞാൻ ഈ വാചകം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ അവസാനം പറഞ്ഞപ്പോൾ നിങ്ങൾ വായ പൊളിച്ചത്, അതായത് മനസ്സിലാവാത്ത പോലെ ഇരുന്നു. But now you would have understood why it is stated Joule's law that heat is directly proportional to resistance only when current and time are constant. അതായത് ജൂൾ നിയമപ്രകാരം ഹീറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അനുപാതികമാണ്. അതായത് 6 കൂടുമ്പോൾ ഹീറ്റ് കൂടും, 6 കുറയുമ്പോൾ ഹീറ്റ് കുറയും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? കറന്റും ടൈമും കോൺസ്റ്റന്റ് ആവണം. കറണ്ടിൽ എന്ത് വരാൻ പാടില്ല? മാറ്റം വരാൻ പാടില്ല. ടൈമിലും എന്താ വരാൻ പാടില്ല? മാറ്റം വരാൻ പാടില്ല. മനസ്സിലായോ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കറന്റും ടൈമും കോൺസ്റ്റന്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂൾസ് നിയമം അനുസരിച്ച് എച്ച് എന്ന് പറഞ്ഞാൽ I² RT മാത്രമേ ഉള്ളൂ. ബിയുടെ കാര്യം പറയണ്ടോ? ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കുക. ജൂൾസ് നിയമം ഇപ്പൊ ഇവിടെ പറഞ്ഞ വാചകം വായിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്താ അങ്ങനെയെന്ന്? ജൂൾസ് നിയമം നോക്കി നോക്കിയേ. എന്താ ജൂൾസ് നിയമം? H I² RT അല്ലേ? ഇതില് വി എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ പറയുന്നത് 6 കൂടിയാൽ H കൂടും, 6 കുറഞ്ഞാൽ H കുറയും. അങ്ങനെയാണ് ജൂള് പറയണത്. മനസ്സിലായില്ലേ? അങ്ങനെ 6 മാത്രം കൂടിയാൽ H കൂടുന്നതും 6 മാത്രം കുറഞ്ഞാൽ H കുറയുന്നതും. അപ്പോ അതെങ്ങനെ ശരിയാവും ചോദിച്ചാൽ നമ്മൾ പ്രത്യേകം പറയണം, ഐയും ടിയും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. കേൾക്കണ്ട? ഐയും ടിയും മാറാൻ പാടില്ല. ഇവിടെ വിയുടെ കാര്യം ഇവിടെ ആര് പറയുന്നില്ല? ജൂൾസ് പറയണില്ല, വിയുടെ കാര്യം പറയുന്നില്ല. അപ്പൊ വി അവിടെ സ്ഥിരമായിരിക്കും തന്നെയാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ? ഇനി മാഷ അടുത്ത ദിവസം ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടാ. കൺഫ്യൂഷനൊക്കെ അപ്പൊ പോവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇത് വായിച്ചിട്ട് ഡൗട്ടുകളൊക്കെ കരുതി വെക്കുക, ചോദിക്കാൻ. അപ്പൊ നമുക്കത് ക്ലിയർ ആക്കാം. നമുക്ക് സ്ലോവിൽ പോയാൽ മതി കേട്ടാ, തിരക്കടിക്കണ്ട കേട്ടാ. നമുക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട പാഠങ്ങൾ. അത് ആദ്യത്തെ പാഠമാണ്, ഇത് പ്രധാനപ്പെട്ട പാഠമാണ്. അടുത്ത പാഠമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങൾ. ഇത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ പാഠത്തിൽ നമുക്ക് ഈ H I² RT എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. നമുക്കത് ഒരുപാട്